അപ്പം ഇന്ന് ഡേ 3 ആണ്. ഡേ 2ന്റെ അവസാനം നമ്മൾ ചെയ്ത കുറെ ഭാഗം വീഡിയോ മ്യൂട്ടായി പോയി. മൈക്കൊക്കെ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് വോയിസ് ഒന്നും ഇല്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കാണിക്കാനും പറ്റില്ല. അപ്പൊ ഇന്ന് ഡേ 3 ആണ്. നമ്മൾ ഡേ 2 താണ്ട അവരൊന്ന് കാണിച്ചു. ഈ വഴി നമ്മൾ ഇത്രയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിലോട്ട് പോകാനുള്ള വഴി ഇത്രയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി പരിപാടികൾ നോക്കണം. പിന്നെ ഈ മരമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചില്ലയൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നെന്തിനാണ് പരിപാടി? ബാക്കി ഇതാണ് ജോർജ് ചുറ്റും ശവം കുഴിച്ചിട്ട് നടത്തോണ്ടല്ലോ. നമ്മാട്ടി വെച്ച് മുണ്ടുമടയെ കുത്തി അതാണ് അധ്വാനിക്കുന്ന തലമുറ. പിന്നെ ഇത് വഴി മെയിൻ ആയിട്ട് പിന്നെ രണ്ട് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അതല്ലേ എന്നാ അങ്ങനെ രണ്ടും കൂടെ എത്ര കാണിക്കണ്ട. നമ്മള് പറയും പോലെ അത്രയും എളുപ്പമല്ല അല്ലേ കാര്യം. ചെയ്ത് വെക്കുമ്പോ കുറച്ച് പാടുണ്ട്. ഇതൊക്കെ വീഡിയോയിൽ വരില്ല. 18+. Oh my God. അത് പണ്ടോട് പണിയൊക്കെ നടക്കണവരെ നടന്നപ്പം തെറ്റിയിരിക്കലെന്ന് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി എങ്ങോട്ടാണ് രണ്ട് വെട്ട് പിന്നെ സംസാരം അങ്ങനല്ലോ. പിന്നെ ജാതിക്കുണ്ടോ? അങ്ങനെ പറിച്ചുണ്ടോ? കഴിച്ചിട്ടുണ്ടോ നീ ഉപ്പും കൂട്ടി? തെറ്റാണ്. ജാതിക്കത്തോട്ടം പോയടാ തറ പോയി കാലില്. അത് പറയുമ്പോ തറയെ പോകും. അപ്പൊ ഇനി എവിടെ നിന്നാണ് ഏതിലാണ് ഇത്? ഇങ്ങനെയാണ് നീ നിക്കണ സ്ട്രൈറ്റ്. അക്ഷയ് നിന്റെ നേരെ വട്ടവരം കണ്ടാ? വട്ടവരത്തിന്റെ ഇപ്പുറത്തൂടെ ഇതാണ് വട്ടമരം. ഓ അല്ലെ ഇപ്പുറത്താ? അതിന്റെ നമ്മൾ ഇത് നോക്ക്, ഇതിന്റെ രണ്ട് സൈഡും കണ്ടില്ലേ? അതുപോലെ ആ വട്ടവരത്തിന്റെ രണ്ട് സൈഡ് അവിടെ കുടിയുണ്ട്. ഇത്രയും നമ്മൾ വെട്ടി വൃത്തിയാക്കിയതാണ് ഗായ്സ്. ഫോക്കസ് ചെയ്ത് തരോ? ഓക്കെ അടിച്ചോ. അത് പോയടാ. അത് വല്ലപ്പോഴൊക്കെ നമ്മളിപ്പോ എത്ര ദിവസം എടുക്കും ഇവിടെ ദൂരം എത്താൻ? അങ്ങോട്ട് കാണിച്ചു കൊടുത്താണ്. ഇത് ഇങ്ങനെ പോണം. ഇവിടുന്ന് പോയി 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 ഇതെങ്ങനെ പറയും? ദൂരം മനസ്സിലാവില്ല. ദൂരം മനസ്സിലാവില്ല, കാണും പോലെ. പക്ഷെ കൊറേ ഉണ്ട്. ഇങ്ങനെ പോണം. 2 ദിവസം എടുക്കുമായിരിക്കും അല്ലേ? 2 അപ്പൊ 3 4 5-6 ദിവസമൊക്കെ എടുക്കുവോ? അമ്മേ എന്തൊരു അയ്യോ. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് മണിക്കൂറിന് 1000 രൂപ വെച്ച് കിട്ടും. മണിക്കൂറിന് 1000? ഒരു ദിവസം 1000? ഇതുവരെ അല്ലേ പോരെ ഈ ഒരളവ്? എന്നിട്ട് ഇവിടെ ഒരു സ്പേസ് മുളയില്ലടാ ഇത്. അത് മുള ശരിയാണ്. എടാ ചീരയാണ് എടാ കളറ് കിടക്കണ വയലറ്റ് കളറ് ആണ്. മുറുകൂടി പച്ചില എന്ന് പറയും. ആരാ പച്ചര? മുറുകൂടി പച്ചില എന്ന് പറയും. എന്ന് വെച്ചാ നാട്ടുഭാഷ അങ്ങനെയാണ്. നീ എന്തെന്ന് അറിഞ്ഞൂടാ. എടാ അതിലൊരു മുറുകൂട്ടി പച്ചല എടുത്തോണ്ട് വരുമോ? ഇതാണ്. ഓ ഇനി ഇതുണ്ടോ? ഫോക്കസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. അവന്തര കൊണ്ടുവരണം. ഇതുണ്ടോ? പട്ടി വരെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. മുറുകൂടി പച്ചര നാട്ടുഭാഷയാണ്. പക്ഷെ വേറെ കളറല്ലേ? പച്ച ഉണ്ടല്ലേ? കമ്മ്യൂണിസ്റ്റ് വെച്ചാ കേട്ടിട്ടുണ്ട്. എന്താ മുറിവിലിടോ? ആരസ് മുറിവിലിടും. സെറ്റ് ശരി. ഓക്കെയാണ്. കട്ടുറുമ്പ് കടിച്ചോല്. അപ്പൊ ഇതാണ് ഉറുപ്പല്ലത് കൊതുവല്ലേ? പക്ഷെ അനങ്ങാണ്ട ഒരു കൊതുവിനെ എടുത്തോട്ടു.
നീ അത് കളാ ബാ. ഇതാണ് സാധനം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും. എടാ അത് അവിടെ പെനഞ്ഞു കിടക്കണ്ട. അതാ വെട്ടിയെടുക്കാന്നാ? എടുക്കാനേ പറ്റൂ. അല്ല ഒന്നല്ലേ ഉള്ളൂ. ഓ കിടന്ന് ചാടൂടാ. ഈ മരം ഇല്ലേ, ഈ മരം നമ്മള് ഇവിടെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അല്ലേ, യെസ്, ഇത് യൂസ്ഫുൾ ആയിരിക്കും. അവിടെ നമുക്ക് മറക്കാം കേട്ടാടാ. ആ മറിയാം. അത് കഴിഞ്ഞാല് വന്നടേ ഇത് മറ്റേ ഒറ്റ മൈന ഒറ്റ മൈന പാസ്. ഒറ്റ മൈന ഒറ്റ മൈന പാസ്. എന്തിനുള്ള പുറപ്പാടാണ് നീ എന്താണ് കാണിക്കുന്നത്? ഓ ഈ മുള ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. വെട്ടുവത്തി വേണം വെട്ടാനായിട്ട്. അവിടെ ഞാൻ എടുത്തിട്ട് എടുത്തോണ്ട് വരാം. വരൂ നമുക്ക് വെട്ടുവത്തി എടുത്തോണ്ട് വരാം. സിനിമാറ്റിക് സ്റ്റൈൽ വെട്ടോത്തിയാണ്. കുറച്ച് തുരുമ്പുണ്ടെന്നേ ഉള്ളൂ. ക്യാമറ കാണുമ്പോൾ മാത്രം ജോലി ചെയ്യുന്ന ഒരാളാണ് കാശ് ഇത്. ഓ ആ സ്മൂത്ത് സാധനം. അങ്ങനെ നമ്മുടെ പ്രിയ സുഹൃത്ത് അഭി മുള വെട്ടുകയാണ്. മുള വിചാരിച്ചത് പാടില്ല കേട്ടോ. എല്ലേ പറഞ്ഞു ഞാൻ അവനല്ലേ പറഞ്ഞ മുള പാടാൻ. അതാണ്. എടാ മറ്റേ വലിയ മുളയൊക്കെ ആണെങ്കിലേ കുറച്ച് പാടാണ് കേട്ടോ. ഇത് പിന്നെ നമ്മള് ഇത് പറഞ്ഞപ്പോഴാണ് എടാ നമ്മള് മറ്റേ പണ്ട് ബാംബു ചിക്കൻ ഉണ്ടാക്കി ഓർമ്മയുണ്ട് മുളയിൽ. ഇത് ഓ ബാംബു ചിക്കനാ? ഓ അത് കൊറോണ സമയം നമ്മള് മറ്റേ ഫിറോസൊക്കെ അന്ന് മറ്റേ ചാനലൊക്കെ കണ്ടിട്ട് ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് മുളയൊക്കെ വെട്ടിയിട്ട് നമ്മള് ബാംബു ചിക്കൻ ഉണ്ടാക്കാൻ ഇറങ്ങി. എവന്റെ വീട്ടിൽ വെച്ചായിരുന്നു. നമ്മള് മുളയൊക്കെ വെട്ടി നല്ല പരിപാടിയാക്കി. കണ്ട പറഞ്ഞപ്പോഴേ മുളയുടെ വെള്ളം പോയി. ഇത്രയും 2 ദിവസം കൊണ്ട് പണിയെടുക്കുന്നത് എന്ത് തോന്നുന്നു? നല്ല കഷ്ടപ്പാട് തോന്നണം. എന്ത് തോന്നുന്നു? അത് തന്നെ എനിക്ക് വേറെ തോന്നുന്നില്ല. അത് തന്നെ. പിന്നെ എനിക്ക് എന്നെ കാണിക്കാൻ പറ്റാത്തോണ്ടാണ് ഇവിടെ പഴുത്തിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അധ്വാനിക്കുന്ന തൊഴിലാളി. തൃപ്തി ഉണ്ടല്ലേ നമ്മള് ഈ വൃത്തിയാക്കിയ സ്ഥലം കാണുമ്പോ ഒരു സന്തോഷം. അവിടെ നിന്ന് ഇനി വരുമ്പോഴേ ഇത്രയും ഭാഗം നമ്മള് വൃത്തിയാക്കി. കുന്നിക്കുരു ഉണ്ടാടാ. നരകുരു. കുന്നിക്കുരു അത് മഞ്ചാടി കുരുവല്ലടാ? കുന്നിക്കുരു വ്യത്യാസം എന്തിനാണ്? കാണിച്ചു തരാം. കുന്നിക്കുരു അല്ലടാ. പിന്നെ പറ്റിച്ച് കുന്നിക്കുരു അല്ലായിരുന്നു. വേറെ എന്തെങ്കിലും ജീവിയായിരുന്നു. അത് മറ്റേ ചോരക്കായില്ലേ? ഓ അതെ അതെ അതെ. ഓക്കെ. കൊച്ചി ജാതിക്ക് നോക്കടാ. ഫുൾ സാധനം.